ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഭയങ്കര സിമ്പിളാണ്. എനിക്ക് ഒട്ടും കോസ്മെറ്റിക്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഫൗണ്ടേഷനും എല്ലാ സംഭവങ്ങളും ഉണ്ട്, കൺസീലറും BB ക്രീമും എല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ ആക്നെ പ്രോൺ സ്കിന്നാണ്. അപ്പോൾ ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്തിട്ടുള്ള മോയ്സ്ചറൈസർ ഉണ്ട്, സൺസ്ക്രീൻ ഉണ്ട്, അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇത് നമ്മളുടെ ബ്രേക്ക് ഔട്ട്സിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓയിൽമെൻ്റ് ആണ്. അതിനുശേഷം പിന്നെ ക്ലിയർ ജെൽ എന്ന് പറയുന്ന വേറൊരു ഓയിൽമെൻറ്റും അതിൻ്റെ മേത്ത് കൂടെ തേക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഓരോ ഇൻ്റർവെൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ തേക്കുന്നത്, എപ്പോഴല്ല, ഒന്ന് ഡ്രൈ ആയതിനു ശേഷം. അതിനുശേഷം മാമാർത്തിൻ്റെയാണ് ലിപ് ബാം. നമ്മൾ ഇത്തരത്തിലുള്ള ഓയിൽമെൻറ്റ്സ് തേക്കുമ്പോൾ നമ്മൾ ചുണ്ടും ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അപ്പോൾ നമ്മൾ ലിപ് ബാം ഇടണം. ഐക്കോണിക്കാണ് യൂസ് ചെയ്യുന്നത്. കണ്ണ് ഞാൻ ഡെയിലി എഴുതാറില്ല, എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ എന്താ, ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ കുറച്ച് മെനയായിക്കോട്ടെ എന്ന് വെച്ചിട്ട്, ഉറക്കം തൂങ്ങിയ പോലെ വേണ്ടാന്ന് വെച്ചിട്ട് കണ്ണ് ഒന്ന് ജസ്റ്റ് എഴുതിയെന്നുള്ള. കമ്മൽ ഞാൻ മുന്നേ വെറുതെ ഇട്ടു നോക്കിയതാണ്, പിന്നെ ഊരിയില്ല, അത് തന്നെ മതിയെന്ന് വിചാരിച്ചു. പിന്നെ സൺസ്ക്രീൻ, ഇപ്പോൾ മഴക്കാലത്ത് ചോദിക്കും സൺസ്ക്രീൻ വേണമെന്ന്. പക്ഷേ എൻ്റെ മുഖത്ത് ആകെ എനിക്ക് ഇടാൻ പറ്റുന്ന ഒരു സംഭവം ഈ സൺസ്ക്രീനാണ്. യുവിഡോക്സിൻ്റെ ആണ്, ഒരു ടിൻ്റുള്ള ഒരു സൺസ്ക്രീനാണ്. ഫൗണ്ടേഷൻ ടിൻ്റൊക്കെ ഉള്ളൊരു ടൈപ്പാണ്. സോ എനിക്കത് യൂസ് ചെയ്യാണ്ട് വേറെ നിവൃത്തിയില്ലാത്ത കാരണം കൊണ്ട് ഞാനത് യൂസ് ചെയ്യുകയാണ്. എന്താ, 3 ഫിംഗർ റൂളൊക്കെയാണ്. അത്രയ്ക്ക് തേച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ വൈറ്റ് വാഷ് അടിച്ച പോലെ ഉണ്ടാവും ഒരുപാട് തേച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത്രയ്ക്ക് അധികം ഒന്നും ഞാൻ തേക്കില്ല. പിന്നെ പൊട്ട് ഞാൻ എപ്പോഴും ഈ ഐടെക്സിൻ്റെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഈ ഒരു സൈസാണ് യൂസ് ചെയ്യാറ്. ഇതിലും ചെറുതായിരുന്നു, പിന്നെ ഇപ്പോൾ കുറച്ച് വലുതാക്കിയതാണ്. പക്ഷേ ഇതെനിക്ക് സ്യൂട്ടാവാത്ത പോലെ തോന്നി ഈ ഒരു ഔട്ട്ഫിറ്റിന്. അപ്പോൾ ഞാൻ പൊട്ട് വേണ്ടാന്ന് വെച്ചു. പിന്നെന്താ, കോമ്പൊക്കെ എടുത്ത് മുടി ഈരാണ്. മുടി സ്മൂത്ത് ചെയ്തതിന് ശേഷം വേറെ ഹെയർ സ്റ്റൈൽസ് ഒന്നും കെട്ടി വയ്ക്കാറില്ല. പിന്നെ എപ്പോഴും ഓപ്പൺ ഹെയർ ആണ് ചെയ്യാറ്. പിന്നെ എന്താണ്, കുറച്ച് നേരം കഴിയുമ്പോൾ ചൂടെടുക്കുമ്പോൾ ക്ലിപ്പ് വെച്ച് കയറ്റി അങ്ങോട്ട് കെട്ടിയിടും, അതാണ് ചെയ്യൽ. പിന്നെ ലിപ്സ്റ്റിക്ക്, ലിക്വിഡ് ലിപ്സ്റ്റിക്ക് സ്റ്റുഡിയോൻ്റെ ആണ് കേട്ടോ. അതെനിക്ക് കളറ് ഭയങ്കര താല്പര്യമാണ്. അത് കാരണം കൊണ്ട് മിക്കവാറും ഞാൻ ഇത് തന്നെയായിരിക്കും എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ സ്ഥിരമാണ്. ഇതും വേറൊരു റോസ് കളറും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അതായത് അത്രയ്ക്ക് വലിയ റെഡി ആവലൊന്നുമല്ല, ചെറിയ റെഡി ആവലാണ്. അതിനുശേഷം സ്റ്റുഡിയോയുടെ തന്നെയാണ് നമ്മൾ സ്പ്രേ യൂസ് ചെയ്യുന്നത്. ഈ ഒരു മണം, ഫ്രേഗ്രൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ.